Hi friends, welcome back to my channel itsmylogia. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഇറിഗേഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ അധിക പേരുടെയും വീടുകളിൽ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ചെടികളൊക്കെ ഉള്ള വീടുകളിൽ അതിന് ടൈമിൽ പ്രോപ്പറായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിച്ചട്ടികളിലെ വെള്ളം ഡ്രൈ ആയാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കായി വെള്ളം പമ്പ് ചെയ്യുകയും അതിലേക്ക് ആവശ്യമായ വെള്ളം ലഭിച്ച് അതിൽ സോയിൽ വെറ്റായാൽ ഓട്ടോമാറ്റിക്കായി തന്നെ അതിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം ഓഫാകുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണിത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ യാതൊരു മൈക്രോ കൺട്രോളറോ പ്രോഗ്രാമിങ്ങോ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെടികൾക്ക് വേണമെങ്കിലും അറ്റ് എ ടൈമിൽ ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്യാം. അത് ഗ്രൗണ്ടിലാണെങ്കിലും വാൾ ഹാങ്ങിലാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കാൻ ആവശ്യമായി വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. 12 വോൾട്ട് സോളിനോയിഡ് വാൾവ്. 12 വോൾട്ട് DC-ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ വാൾവാണിത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫിൽറ്ററിംഗ് നെറ്റുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ നെറ്റുള്ള ഭാഗത്താണ് നമ്മൾ ഹോസ് പൈപ്പ് കണക്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമേ ഇതിലെ വാൾവ് ഓപ്പൺ ആവുകയുള്ളൂ, അല്ലാതെ നോർമൽ ഇത് ക്ലോസ് ആയിരിക്കും. പിന്നെ നമുക്ക് സോയിൽ മോയ്സ്ചർ സെൻസർ, മണ്ണിലെ വാട്ടർ കണ്ടൻറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസറാണിത്. പിന്നെ 5 വോൾട്ട് സിംഗിൾ റിലേ മൊഡ്യൂള്, മണ്ണിലെ വാട്ടർ കണ്ടൻറ്റിനനുസരിച്ച് നമ്മുടെ സോളിനോയിഡ് വാൾവിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയാണ് റിലേ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ സോയിൽ സെൻസറിനെയും റിലേ മൊഡ്യൂളിനെയും പവർ ചെയ്യാൻ ആവശ്യമായ ഒരു 5 വോൾട്ട് സപ്ലൈ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബാറ്ററിയാണ്. നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ മൊബൈൽ ചാർജറും യൂസ് ചെയ്യാം. പിന്നെ സോളിനോയിഡ് വാൾവ് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ സോളിനോയിഡ് വാൾവിൻ്റെ 2 ടെർമിനലുകളിൽ നിന്നും നമുക്ക് വയർ സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം റിലേ മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് ഉൾപ്പെടെയുള്ള 3 പിന്നിൽ നിന്നും നമുക്ക് വയർ സോൾഡർ ചെയ്തെടുക്കണം. ഇനി സോയിൽ സെൻസറിൻ്റെ VCCയിൽ നിന്നും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി വയർ കണക്ട് ചെയ്തിടണം. ഇനി റിലേ മൊഡ്യൂളിൻ്റെ അഥവാ ഇൻപുട്ടിൽ നിന്ന് വരുന്ന വയർ സോയിൽ സെൻസർ മൊഡ്യൂളിൻ്റെ DO അഥവാ ഡിജിറ്റൽ ഔട്ട് എന്ന പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റിലേ മൊഡ്യൂളും സോയിൽ സെൻസർ മൊഡ്യൂളും തമ്മിലുള്ള കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ടിൽ കണ്ടതുപോലെ തന്നെ സോളിനോയിഡ് വാൾവിൽ നിന്ന് വരുന്ന ഒരു വയർ റിലേ മൊഡ്യൂളിൻ്റെ കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള പോയിൻ്റായ NO അഥവാ നോർമലി ഓപ്പൺ എന്ന പോയിന്റിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്തിടണം. ഈ കണക്ട് ചെയ്തിട്ട് ഈ വയറും സോളിനോയിഡ് വാൾവിൻ്റെ രണ്ടാമത്തെ വയറും കൂടിയാണ് നമ്മൾ 12 വോൾട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 3 പോർട്ടിലേക്കാണ് വാട്ടറിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ഞാൻ PVC പൈപ്പ് മുറിക്കുന്നത്. നിങ്ങൾ എത്ര ചെടികൾക്കാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പൈപ്പിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി നമ്മൾ പോർട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് 1/4 ഇഞ്ച് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ PVC പൈപ്പിൽ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഹോളിലേക്ക് ഗം ഉപയോഗിച്ച് നല്ലവണ്ണം ടൈറ്റായിട്ട് തന്നെ നമ്മുടെ 1/4 ഇഞ്ച് ട്യൂബ് കണക്ട് ചെയ്യാം. അവസാനം ഒരു 1/2 ഇഞ്ച് എൻ്റെ ഗ്യാപ്പ് കൂടി ഇട്ടാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോയിൽ സെൻസർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് വെള്ളം വരാത്തത് വേറൊന്നും കൊണ്ടല്ല, ഇതിലെ സോയിൽ ഇപ്പോൾ വെറ്റാണ്. ഇനി ഞാൻ ഈ സെൻസർ ഈ മണ്ണിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളം വരുന്നത് ശ്രദ്ധിക്കുക. കണ്ടില്ലേ,
അതിൻ്റെ കാരണം ഇപ്പോൾ സെൻസർ ഡ്രൈ ആയി എന്നുള്ളതാണ്. സെൻസർ പുറത്തേക്ക് എടുക്കുന്നതും സോയിൽ ഡ്രൈ ആവുന്നതും ഒരുപോലെയാണ്. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ചെടികൾക്കും ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ബോട്ടിൽ സെൻസർ മണ്ണിലേക്ക് ഇറക്കി വെച്ച് അറ്റ് എ ടൈമിൽ എത്ര ചെടികൾക്ക് വേണമെങ്കിലും ഈ സിസ്റ്റം യൂസ് ചെയ്യാം. ഈ സിസ്റ്റം കുറച്ചുകൂടി യൂസ്ഫുള്ളായി വരുന്നത് വാൾ ഹാങ്ങിങ് പ്ലാന്റ്സിനാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.